ഗൈസ് കുറച്ച് കാലണ്ടർ ഐഡിയ നോക്കിയാലോ. സോ ഇത്രയുള്ളൊരു ഒരു പേപ്പറിൽ നമുക്കൊരു A4 ഷീറ്റിൽ നിന്ന് 4 പേപ്പേഴ്സ് കിട്ടും. ഞാൻ ആക്ച്വലി ഇന്ന് 2 മന്താണ് ചെയ്യാൻ പോകുന്നത്, ലൈക്ക് ജനുവരി ആൻഡ് ഫെബ്രുവരി. സോ കമാൻ നമുക്ക് ചെയ്യാം. ജനുവരി ഒരു ബ്ലൂ തീമിൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. സോ ബ്ലൂ കളർ സ്കെച്ചും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വേണ്ടാത്ത പേപ്പർ അടിയിൽ വെച്ചിട്ട് ബോർഡർ ഡിസൈൻ കൊടുക്കാം. ലൈക്ക് ഈസി ആയിട്ടുള്ള ബോർഡർ ഡിസൈൻ, വളരെ സിമ്പിളും സ്മൂത്തും ആയിട്ടുള്ള ബോർഡർ ഡിസൈൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അത് നിങ്ങളുടെ ഐഡിയയ്ക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ബോർഡർ വരച്ചിട്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും ടൈപ്പിങ്ങിൽ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് യുവർ ചോയ്സ്. സോ ഞാനിവിടെ കൊടുക്കണം ബോർഡർ എന്ന് പറഞ്ഞാൽ ഇതേപോലൊക്കെ ഒരു കൊടുക്കണം. വെറുതെ സിമ്പിളായിട്ട് ചെയ്യണം, കാരണം ഞാൻ ഭയങ്കര ഇതായിട്ട് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് വേറെ ടൈപ്പ് വേണം, ഭയങ്കര വലുത് വേണം എന്നുള്ളതുണ്ടെങ്കിൽ, അതായത് ഭയങ്കര വാരിപ്പോരിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാം, കമൻറ്റ് ചെയ്താൽ മതി. സോ കമോൺ, നമുക്ക് എന്തായാലും നമ്മുടെ സംഭവം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ ബോർഡർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കാലണ്ടറിൻ്റെ പരിപാടിയാണ്. പ്രത്യേകിച്ച് ഇതിങ്ങനെ ഒന്ന് വരച്ചിട്ട് എല്ലാം കേർവി ലൈൻസായിട്ട് വരച്ചെടുക്കാം. ഭയങ്കര കേർവി ആയിട്ട് ഒരു സംഭവം ഞാൻ വരച്ചെടുക്കണം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, വേണമെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. ഇറ്റ്സ് ഗുഡ്, നല്ലത് വേണം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ജാനുവരി എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി ജാനുവരി എന്ന് എഴുതി കൊടുക്കാം. ജാനുവരി എന്ന് എഴുതി കൊടുത്തു. ഇനി നിങ്ങൾക്ക് മറ്റേ ഗ്ലിറ്റർ പെൻസിൽ ഉണ്ടെങ്കിൽ ഈ ഗ്ലിറ്റർ പെൻസിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റെ അടുത്താണെങ്കിൽ ബ്ലൂ മാത്രമേ ഉള്ളൂ, അതാണ് ജനുവരി മാത്രമായിട്ട് ഹൈലൈറ്റ് ചെയ്യത്തുള്ളൂ. എൻ്റെ അടുത്ത് 2 കൂടി ഉണ്ടായിരുന്നു, അത് കിട്ടുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഹൈലൈറ്റ് ചെയ്യും കേട്ടോ. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്താൽ മതി, അത് നമ്മുടെ ഒരു ലൈക്കിനനുസരിച്ച് നമുക്ക് ചെയ്യാം. നല്ല രസമുണ്ട്, സെറ്റായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടെ നമുക്ക് ABC, അതായത് ലൈക്ക് എന്താണ് എഴുതേണ്ടത്, സൺഡേ മൺഡേ ഒക്കെ എഴുതാം. ഫസ്റ്റ് SU സൺഡേ, എന്നിട്ട് M മൺഡേ, TU ട്യൂസ്ഡേ, W വെനസ്ഡേ, TH Thursday, F Friday, SAT Saturday. ഡൺ. ഇനി നമുക്ക് ഇതിൻ്റെ നേരെ നമ്മുടെ ഓരോരോ ഡേറ്റും കാര്യങ്ങളും എഴുതിയെടുക്കണം. ഡേറ്റും കാര്യങ്ങളും എഴുതിയെടുക്കാൻ കുറച്ച് ഈസി, അതായത് നല്ല വൃത്തിക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പെൻസിൽ യൂസ് ചെയ്ത് മായ്ച്ച് കളയത് വേറെ കാര്യം. ഓക്കെ, നമ്മുടെ 2025 സ്റ്റാർട്ട് ചെയ്യണത് തേഴ്സ്ഡേയിൽ നിന്നാണ്. സോ തേഴ്സ്ഡേയിൽ നമ്പർ 1 കൊടുക്കാം, ഫ്രൈഡേ 2, 3. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നല്ല ഇതായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് വരച്ചിട്ട് ചെയ്യാം. 4, 5. അയ്യോ, ഞാൻ ഇങ്ങനെ വരച്ചില്ലല്ലോ, അത് മറന്നു കേട്ടോ. ഇങ്ങനെയും കൂടെ വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും ചെയ്യാം. കണ്ടോ? ഇനി നമുക്ക് ബാക്കിയുള്ള ചെയ്ത് കൊടുക്കാം. 5, 6, 7, 8, 9, 10. അങ്ങനെ ഞാനത് മുഴുവൻ എഴുതി കിടന്നിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ലാഗാവും. ഗൈസ്, നമ്മൾ മായ്ച്ച് സെറ്റാക്കി എല്ലാം എഴുതിയെടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അയ്യോ, നമ്മളൊരു കാര്യം വിട്ടറാ. നമ്മൾ 2025 എഴുതാതെയാണ് 26 എന്ന് എഴുതാണ് എല്ലാം ചെയ്തത്. നമുക്ക് അടിയിൽ ഇങ്ങനെ 2026 എന്ന് എഴുതാം. ഇനി 2026 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡേറ്റൊക്കെ നമ്മുടെ സ്കൂളിലത്തെ എഴുതുമ്പോഴൊക്കെ 25 വരത്തുള്ളൂ അല്ലേ. അതൊക്കെ
ഓക്കെ സംഭവം. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് ഇതിൻ്റെ ചെയ്യാം. എന്താണ് പറയാ, അയ്യോ ഫെബ്രുവരി ചെയ്യാം കേട്ടോ. ഫെബ്രുവരിയുടെ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പർപ്പിൾ തീം ചെയ്യാൻ വിചാരിച്ചു. കമോൺ. കണ്ട, ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സൂപ്പറായിട്ട് ചെയ്യാവുന്ന ഡിസൈനാണ്. എനിക്ക് മടി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മടി മാത്രമൊന്നുമല്ല, അപ്പോൾ സമയം 9:30 എനിക്ക് കിടക്കണം. അത് കാരണം ഞങ്ങൾ വീഡിയോ കാണുന്ന പോലെയല്ല, ഭയങ്കര സ്പീഡിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഞാൻ തിരിച്ചിരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് സമയം പോകുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും മറ്റേ ബോർഡർ ചെയ്യണം. എന്നിട്ട് ഇതില്ല, ഞാനിപ്പോൾ യൂസ് ചെയ്തതില്ല. ഓക്കെ, ഡൺ. ഇനി അടുത്തത് നമുക്ക് നേരത്തെ ചെയ്തതെല്ലാം ഇതിൻ്റെ അകത്ത് റിപ്പീറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ സ്കെച്ചാണ് യൂസ് ചെയ്യണത്. ഫെബ്രുവരി സ്റ്റാർട്ടിങ് വിത്ത് സൺഡേ ഗൈസ്. ബട്ട് എസ് സൺഡേ, SU ആണ് സൺഡേ, മൺഡേ, TU ട്യൂസ്ഡേ, W വെനസ്ഡേ, TH തേഴ്സ്ഡേ, F ഫ്രൈഡേ, S സാറ്റർഡേ. ഡൺ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വരച്ചെടുക്കാം. അങ്ങനെ വരയ്ക്കണം എന്തിനാന്ന് വെച്ചാൽ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം അങ്ങനെ വരയ്ക്കണം കുറച്ച് സേഫാണ്. എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിലൊരു 28 ദിവസമല്ലേ ഉള്ളൂ. ഇത് കുറച്ച് ലീപ്പ് ഇയർ അല്ല, അത് കാരണം 28 ദിവസമുള്ളൂ ഫെബ്രുവരി. ഡൺ. നമുക്ക് ഓരോന്നും എഴുതാം. എനിക്ക് സൺഡേ എന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അയ്യോ, ബ്ലാക്ക് അല്ലല്ലോ, ഇതല്ലേ നമ്മൾ യൂസ് ചെയ്യണത്. സൺഡേ. ഓക്കെ, ഇതും നമുക്കങ്ങനെ എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. യെസ് ഗൈസ്, സെറ്റാണ്. നമ്മുടെ ഇതും ചെയ്തു. ഇനി മായ്ച്ചെടുക്കുന്നതിന് മുന്നേ അത് കുറച്ചങ്ങനെ സെറ്റാവട്ടെ. ഇനി അടുത്തത് നമുക്കൊന്ന് എഴുതി കൊടുക്കണ്ടേ. എഴുതി കൊടുക്കണ്ടേ എന്നാണ് ഇതിൻ്റെ സംഭവം. ഫെബ്രുവരിയിൽ നിന്ന് എഴുതി കൊടുക്കണം. അത് ഞാൻ വിട്ടുപോയി. ഫസ്റ്റ് എഴുതേണ്ട സാധനം ഞാൻ ലാസ്റ്റ് എഴുതുന്നു. FEBRUARY. ഞാൻ കുറച്ച് ഡാർക്ക് ആക്കണ്ട, അല്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ, ഫെബ്രുവരി സെറ്റാണ് ഗൈസ്. അങ്ങനെ ഞാൻ 2 മാസത്തെ കലണ്ടർ ചെയ്തിട്ടുണ്ട്. 6 ദിവസം കൊണ്ട് നമുക്ക് ഈ വർഷത്തെ കലണ്ടർ ഫുള്ള് റെഡിയാക്കാൻ പറ്റും. ആൻഡ് ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സുഖമില്ല. ഞാൻ ഇതുകൂടെ ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണ്ടേ. ഓക്കെ, ഫെബ്രുവരി അങ്ങനെ ഹൈലൈറ്റ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല അല്ലേ? ഇല്ല തോന്നുന്നുണ്ട്. അതൊക്കെ മതിയില്ലേ നമുക്ക് സന്തോഷിക്കാൻ. പിന്നെ 10 മിനിറ്റ് ആവട്ടെ എന്നും പറഞ്ഞിട്ട് ഞാനിങ്ങനെ ലാഗ് അടുപ്പിച്ചിരിക്കണം. പിന്നെ അത് മാത്രമല്ല, ഞാൻ കുറച്ച് ഇവിടെ കുറേ ഇതായിട്ട് കിടക്കണ കാരണം കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കണ്ടേ. അല്ലെങ്കിൽ കുളത്തില്ല, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത കാരണം ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിക്കാം.
എന്ത് സ്റ്റിക്കർ ഒട്ടിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ പേർപ്പിൾ തീമിൽ തന്നെ സ്റ്റിക്കേഴ്സാണ് ഞാൻ ഒട്ടിക്കുന്നത്. പേർപ്പിൾ കളറല്ലേ, അപ്പോൾ പേർപ്പിൾ തീം തന്നെ ഇരിക്കട്ടെടാ. പിന്നൊരു ഫോട്ടോ എടുക്കുന്ന മറ്റേ ക്യാമറയില്ലേ, ആ ഒരു ക്യാമറയുടെ പിക്ചർ കൂടെ ഒട്ടിച്ചു. കഴിഞ്ഞു, മതി. ഓ എല്ലാവർക്കും ബൈ ബൈ. ആൻഡ് നാളെ ഞാൻ അടുത്ത 2 ദിവസത്തെ കലണ്ടറിൻ്റെ ഇടാം. ബൈ.